നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജൈനമ്മയുടെ രക്തക്കറയിൽ സ്ഥിരീകരണം വന്നതിന് പിന്നാലെ തന്നെ എങ്ങനെയാണ് ജൈനമ്മയെ കൊലപ്പെടുത്തിയത് എന്ന അന്വേഷണമാണ് നടന്നുവരുന്നത്. ഇതിന് പിന്നാലെ കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. സെബാസ്റ്റ്യനും സുഹൃത്തായ ഫ്രാങ്ക്ലിനും വസ്തു ബ്രോക്കർമാരാണ്. ദല്ലാളായ സോഡ പൊന്നപ്പൻ അയൽവാസിയായ കടകരപ്പള്ളി സ്വദേശിനി ശശികലയോടെയാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. ഇതോടെ പോലീസിന് മറ്റൊരു തെളിവ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഈ ശബ്ദരേഖയിൽ പരാമർശിക്കുന്നവരെ എല്ലാം പോലീസ് ചോദ്യം ചെയ്യും. ഇനി സെബാസ്റ്റ്യനും ഈ കേസിൽ രക്ഷയുണ്ടാകില്ല എന്ന ഉറപ്പ്. 4 വർഷം മുമ്പാണ് ശശികലയോട് സോഡ പൊന്നപ്പൻ സംസാരിച്ചത്. ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ശശികലയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന പൊന്നപ്പൻ പറയുന്നത് ശബ്ദരേഖയിൽ ഉണ്ട്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സെബാസ്റ്റ്യനെയും ഫ്രാങ്ക്ലിനെയും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നാണ് ഇയാൾ പറയുന്നത്. ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലായതോടുകൂടി സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും അവിടത്തെ സ്ഥിരം സന്ദർശകനായി. ബിന്ദുവിനെ സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് ലഹരി നൽകി മയക്കിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ശബ്ദരേഖയിലുണ്ട്. അതിനിർണായകമാണ് ഈ വെളിപ്പെടുത്തൽ. അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റ്യൻ വന്നിരുന്നു. അന്ന് സെബാസ്റ്റ്യന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാട് ഉണ്ടായിരുന്നു. എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചതിനെതിരെ പൊന്നപ്പൻ പറയുന്നുണ്ട്. 2006 മുതൽ ബിന്ദുവിനെ കാണാതാവുകയായിരുന്നു. 2017 സെപ്റ്റംബർ 17-നാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. പരാതി ജില്ലാ പോലീസ് മേധാവി വഴി 2017 ഒക്ടോബർ 9-ന് കുത്തിയതോട് CI ഓഫീസിൽ എത്തി. എന്നാൽ 70 ദിവസത്തിന് ശേഷം ഡിസംബർ 19-നാണ് 1400/2017 നമ്പറിൽ പ്രഥമ വിവര റിപ്പോർട്ട് ഇട്ടത്. ഈ സമയത്തെല്ലാം അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുകയർ ഇട്ടിരിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. 2 ഉന്നതർ കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നിരുന്നു. 2012-ലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തലയിൽ താമസമാക്കുന്നത്. സ്ഥലക്കച്ചവടത്തിലൂടെയാണ് ഇയാൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായി ഒരു സൗഹൃദം ഇയാൾ സ്ഥാപിച്ചിരുന്നു. സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്നാണ് സ്ഥലമിടപാടുകൾ നടത്തിയത്. ഇതോടെ സൂത്രധാരൻ ഫ്രാങ്ക്ലിൻ ആണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളിമുറിയിലാണ് കൊലപാതകമെന്ന് പൊന്നപ്പൻ വെളിപ്പെടുത്തിയത് ഈ ശബ്ദരേഖയിൽ വ്യക്തമായുണ്ട്. മയക്കുമരുന്ന് നൽകിയ ശേഷമാണ് കൊന്നത്. പൊന്നാനാണ് ബിന്ദുവിനെ സെബാസ്റ്റ്യനുമായി ഫ്രാങ്ക്ലിനുമായി ബന്ധിപ്പിച്ചത്. വസ്തുദല്ലാളായ പൊന്നാനെ ഭൂമി വിൽക്കാനാണ് ബിന്ദു സമീപിച്ചത്. പിന്നീട് ഇരുവരുമായി ബിന്ദു അടുപ്പ ബന്ധത്തിൽ ആയിരുന്നു. വസ്തു വിറ്റ ശേഷം പൊന്നന് കമ്മീഷൻ നൽകി. ബിന്ദുവിന്റെ വീട്ടിലെ കിടക്കയിൽ സൂക്ഷിച്ച വൻതുക ഇവർ കൈക്കലാക്കിയെന്നും ശബ്ദരേഖയിലുണ്ട്. നേരത്തെ തിരോധാനം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിൽ ശബ്ദരേഖ കൈമാറിയിരുന്നുവെന്ന് ശശികല വെളിപ്പെടുത്തി. ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന് ശബ്ദരേഖ കൈമാറി. നേരത്തെ ക്രൈംബ്രാഞ്ച് തന്നെ ചോദ്യം ചെയ്തതായി പൊന്നൻ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അന്വേഷണ സംഘവും ഇയാളെ ചോദ്യം ചെയ്തു എന്നാണ് വിവരം. കടകരപ്പള്ളി ആലുങ്കൽ സമ്പന്ന കുടുംബാംഗവും ബിന്ദു പത്മനാഭനെ 2013 ഓഗസ്റ്റിലാണ് കാണാതായത്. വിദേശത്തുള്ള ഏക സഹോദരൻ 2017 സെപ്റ്റംബറിലാണ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. 2002-ൽ മരിച്ച അമ്മയുടെ പേരിലെ ഭൂമി 2003-ൽ വിറ്റതായും മറ്റും വിവരം ലഭിച്ചതോടുകൂടിയാണ് രേഖകൾ സമാഹരിച്ച് പരാതിപ്പെട്ടത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ അനുബന്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ചതിനിടെ കണ്ടെത്തുകയും സെബാസ്റ്റ്യൻ ഉൾപ്പെടെ ഏതാനും പേർ റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് പുറത്തും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും ബിന്ദുവിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. ബിന്ദു ജീവിച്ചിരിപ്പില്ല എന്നും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണെന്നും ക്രൈംബ്രാഞ്ച് നിഗമനത്തിൽ എത്തിയിരുന്നു. എന്നാൽ തെളിവ് ലഭിക്കാത്തതാണ് അന്വേഷണത്തിൽ പ്രതിസന്ധി ആയത്.